വയനാട്ടിൽ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ മനോഹരമായ ഒരു പച്ചക്കറിത്തോട്ടം നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. പുൽപ്പള്ളി കൃപാലയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് 1 ഏക്കറിലുള്ള വിഷരഹിത പച്ചക്കറിത്തോട്ടത്തിന്റെ ഉടമകൾ. വയനാടിന്റെ മണ്ണിൽ സ്നേഹം വിതച്ച് വിളവെടുക്കുന്ന കൊച്ചുമിടുക്കന്മാരുടെ തോട്ടമാണിത്. മനസ്സിൽ കള്ളമില്ലാത്തവരുടെ ഏതൻ തോട്ടം. അവർ സ്നേഹത്തോടെ മണ്ണിൽ വിത്തിട്ടു, വെള്ളമൊഴിച്ചു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഭൂമി ആ സ്നേഹഗീതം കേട്ടു. കായ്കനികൾ വിളഞ്ഞു. ഇവിടെ നട്ട വാഴ, പാവല്, പടവലങ്ങ, പയറ്, തക്കാളി, പച്ചമുളക്. വാഴ, കപ്പ, പയർ, പച്ചമുളക് എന്നിങ്ങനെ 50-ലധികം ഇനം പച്ചക്കറികളാണ് ഈ തോട്ടത്തിലുള്ളത്. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ലഭിക്കുന്ന പച്ചക്കറികൾ കൂടുതലും സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായാണ് ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്നവ ചെറിയ വിലയ്ക്ക് സമീപത്തുള്ള നാട്ടുകാർക്ക് വിൽക്കും. കൃഷി എന്നതിലുപരി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളുടെയും തൊഴിൽ പരിശീലനത്തിന്റെയും ഭാഗമാണ് പച്ചക്കറിത്തോട്ടം. ഇതിന്റെ ആരംഭ പ്രവർത്തനങ്ങൾക്കെല്ലാം കുട്ടികളുടെ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒപ്പം കുട്ടികൾ ഞങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു തോട്ടം നിർമ്മിച്ചെടുത്തത്. പ്രധാനമായും 50 ഇനം പച്ചക്കറി ഇനങ്ങളാണ് ഞങ്ങളിവിടെ വിളവെടുപ്പ് നടത്തിയത്. പുൽപ്പള്ളി, മുള്ളംകൊല്ലി, പൂതാടി പഞ്ചായത്തുകളിൽ നിന്നായി 147 വിദ്യാർത്ഥികളാണ് കൃപാലയ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നത്. ന്യൂസ് മലയാളം, വയനാട്.